ശരിക്കും കേരളത്തിന്റെ തലസ്ഥാനം എറണാകുളമാണെന്നും അവിടെ ബുദ്ധിയും കഴിവുമുള്ള ധാരാളം ആളുകളുണ്ടെന്നുമുള്ള കേന്ദ്രമന്ത്രി അൽഫോൺസ് കണ്ണന്താനത്തിന്റെ തള്ളൽ തിരുവനന്തപുരത്തെ BJP സ്ഥാനാർത്ഥി കുമ്മനം രാജശേഖരന്റെ പ്രതീക്ഷകൾക്ക് തിരിച്ചടിയാകുന്നു. BJPയുടെ എറണാകുളം സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കപ്പെട്ടതോടെയാണ് തലസ്ഥാനം തിരുവനന്തപുരമാണെങ്കിലും ശരിക്കും തലസ്ഥാനം എറണാകുളമാണെന്നുള്ള പ്രസ്താവനയുമായി കണ്ണന്താനം രംഗത്തെത്തിയത്. തിരുവനന്തപുരത്തുകാരെ അപമാനിക്കുന്ന പ്രസ്താവനയാണ് കണ്ണന്താനം നടത്തിയതെന്ന പരാതിയുമായി ശശി തരൂർ ഇതിനകം തന്നെ രംഗത്തെത്തിയിട്ടുണ്ട്. കഴിഞ്ഞ തവണ ശശി തരൂരിനെതിരെ തിരുവനന്തപുരത്ത് 2ാം സ്ഥാനത്തെത്തിയ BJP ഇത്തവണ വിജയപ്രതീക്ഷയോടെയാണ് ഗവർണർ സ്ഥാനം രാജിവെപ്പിച്ച് കുമ്മനം രാജശേഖരനെ മത്സര രംഗത്തിറക്കിയത്. ശശി തരൂരിനെയും LDF സ്ഥാനാർത്ഥി C ദിവാകരനെയും അപേക്ഷിച്ച് ആരോപണങ്ങളില്ലാത്ത രാഷ്ട്രീയക്കാരനെന്ന പ്രതിച്ഛായയാണ് കുമ്മനത്തിന്റെ കൈമുതൽ. ഇതിനിടെയാണ് തിരുവനന്തപുരത്തുകാരെ അപമാനിച്ചുകൊണ്ടുള്ള കണ്ണന്താനത്തിന്റെ പ്രസ്താവന സോഷ്യൽ മീഡിയയിൽ പൊങ്കാലക്കിടയാക്കിയത്. ശശി തരൂരും കോൺഗ്രസും ഇത് ഏറ്റുപിടിച്ചതോടെ BJP കേന്ദ്രങ്ങൾ പ്രതിരോധത്തിലായിട്ടുണ്ട്. കേന്ദ്രമന്ത്രി സ്ഥാനം ലഭിച്ചതു മുതൽ തള്ളലുകളുടെ പരമ്പരയാണ് കണ്ണന്താനം സൃഷ്ടിച്ചത്. കേന്ദ്രമന്ത്രി സ്ഥാനം ലഭിച്ചപ്പോൾ കണ്ണന്താനത്തിന്റെ ഭാര്യ നടത്തിയ തള്ളൽ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു. പ്രളയത്തിൽ നാടാകെ രക്ഷാപ്രവർത്തനത്തിൽ മുഴുകിയപ്പോൾ ദുരിതാശ്വാസ ക്യാമ്പിൽ അന്തിയുറങ്ങുന്നത് പകർത്തി ഫേസ്ബുക്കിലിട്ടു കണ്ണന്താനം വിവാദ നായകനായിരുന്നു. ഇതിനുശേഷം പുൽവാമ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട സൈനികന്റെ മൃതദേഹത്തിനരികെ നിന്ന് സെൽഫി പകർത്തിയെന്നും വിവാദമുയർന്നു. ഏറ്റവും ഒടുവിൽ BJP കണ്ണന്താനത്തെ കൊല്ലം സ്ഥാനാർത്ഥിയായി പരിഗണിച്ചപ്പോൾ ഇതിനേക്കാൾ നല്ലത് മലപ്പുറത്ത് മത്സരിക്കുകയാണെന്ന കണ്ണന്താനത്തിന്റെ പ്രതികരണവും വിവാദത്തിനിടയാക്കിയിരുന്നു. രാജ്യസഭയിൽ 3 വർഷം കാലാവധി ബാക്കി നിൽക്കെ കണ്ണന്താനം മത്സരിക്കുന്നതിൽ BJP സംസ്ഥാന നേതൃത്വത്തിന് എതിർപ്പുണ്ട്. എന്നാൽ മോദിയുടെ വിശ്വസ്തനായതിനാൽ പ്രതികരിക്കാനാവാത്ത അവസ്ഥയിലാണ് സംസ്ഥാന ഘടകം. സിവിൽ സർവീസിൽ കഴിവ് തെളിയിച്ച ഉദ്യോഗസ്ഥരാണ് കണ്ണന്താനം. ഡൽഹി ഡെവലപ്മെന്റ് അതോറിറ്റി കമ്മീഷണറായിരിക്കെ അനധികൃത വൻകിട കെട്ടിടങ്ങൾ ബുൾഡോസർ ഉപയോഗിച്ച് നിരത്തിയാണ് കണ്ണന്താനം വാർത്തകളിൽ നിറഞ്ഞത്. മുൻപ് കണ്ണന്താനത്തെ 21ാം നൂറ്റാണ്ടിലെ 100 യുവ നേതാക്കളിൽ ഒരാളായി ടൈം മാഗസിൻ തെരഞ്ഞെടുത്തിരുന്നു. സിവിൽ സർവീസിൽ നിന്ന് വിരമിക്കാൻ 8 വർഷം ബാക്കി നിൽക്കെ 2006-ൽ രാജിവെച്ചാണ് രാഷ്ട്രീയത്തിലെത്തിയത്. കാഞ്ഞിരപ്പള്ളിയിൽ ഇടതുപക്ഷ MLA ആയി വിജയിച്ചു. പിന്നീട് BJPയിലേക്ക് ചേക്കേറി. BJP ദേശീയ നിർവാഹക സമിതി അംഗമായി ഡൽഹിയിലേക്ക് പ്രവർത്തനം മാറ്റി മോദിയുടെ വിശ്വസ്തനായി. തുടർന്നാണ് രാജ്യസഭാ അംഗമാക്കി കേന്ദ്ര ടൂറിസം മന്ത്രിയാക്കിയത്. BJP സംസ്ഥാന നേതൃത്വത്തിന്റെ തലയ്ക്ക് മുകളിലൂടെ MP-യും കേന്ദ്രമന്ത്രിയുമായി അൽഫോൺസ് കണ്ണന്താനം പക്ഷേ വിടുവായത്തം പറഞ്ഞാണ് ഇപ്പോൾ BJPക്ക് നാണക്കേടാവുന്നത്.